സിൽവർ ലൈൻ പദ്ധതിയിൽ റെയിൽവേയുമായുള്ള ചർച്ച പോസിറ്റീവെന്ന് കേരയിൽ എം ഡി. പദ്ധതി രേഖയിൽ മാറ്റം വരുത്തണമെന്ന റെയിൽവേയുടെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. പദ്ധതിക്കെതിരെ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി കൊച്ചിയിലും കോഴിക്കോട്ടും പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷം സിൽവർ ലൈൻ സജീവ ചർച്ചയാവുകയാണ്. സിൽവർ ലൈൻ പദ്ധതിക്ക് പുതിയ പദ്ധതി രേഖ തയ്യാറാക്കി നൽകാൻ റെയിൽവേ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് നിർണായക യോഗം കൊച്ചിയിൽ ചേർന്നത്. റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഷാജു സക്രയുമായി കേരയിൽ എം ഡി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി. ചർച്ചകൾ പോസിറ്റീവെന്നും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും കേരയിൽ എം ഡി. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. പദ്ധതികൾ ഭാവി കേരളത്തിനായുള്ള ഈടുവയ്പെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പതിറ്റാണ്ടുകളോളം കാത്തിരുന്നാലും യാഥാർത്ഥ്യമാക്കില്ലെന്ന് പലരും കരുതിയ പല പദ്ധതികളും അവരുടെ തന്നെ കൺമുന്നിൽ യാഥാർത്ഥ്യമാവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള സിൽവർ ലൈൻ ഇത്തരം കാര്യങ്ങളെല്ലാം ഭാവി കേരളത്തിനായുള്ള ഈടുവെപ്പുകളാണ്. രണ്ടാം ഘട്ട ചർച്ച ആരംഭിച്ചതിന് പിന്നാലെ പ്രതിഷേധവും ശക്തമായി. സിൽവർ ലൈനുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. ചൂരൽമലയിലും അതുപോലെ തന്നെ പുത്തുമലയിലും കവളപ്പാറയൊക്കെ രൂപപ്പെട്ടത് യഥാർത്ഥത്തിൽ ജനവിരുദ്ധ വികസനങ്ങളുടെ ഏറ്റവും വലിയ അപാകതയായിട്ട്, അപകടമായിട്ട്, ദുരന്തമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയാലും നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവ്. ഞങ്ങൾ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. കേരളത്തെ തകർക്കാൻ, പാരിസ്ഥിതികമായി തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നും സിൽവർ ലൈന് നയപരമായ അംഗീകാരമായെങ്കിൽ മാത്രം DPR പരിഷ്കരണം ഉൾപ്പെടെ ചർച്ച ചെയ്താൽ മതിയെന്നാണ് കേരളിന്റെ നിലപാട്. കേന്ദ്രം ഇതുവരെ കേരളിന് പച്ചക്കൊടി കാണിച്ചിട്ടില്ലെങ്കിലും ഇന്നത്തെ ചർച്ചയടക്കം സംസ്ഥാന സർക്കാരിന് നൽകുന്നത് ആശാവഹമായ ചില സൂചനകളാണ്. അതുകൊണ്ട് തന്നെ കേരയിൽ ചർച്ച സജീവമാക്കി നിലനിർത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24.